നമുക്കിന്ന് കിട്ടിയേക്കുന്നത് പരന്ന മത്തിയാണേ. പരന്ന മത്തി, കണ്ണമത്തി എന്നൊക്കെയാണ് പറയുക. അപ്പോൾ അത് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. ഇതും മത്തിയൊക്കെ മുറിക്കുന്നത് ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇതിന് മത്തീനെക്കാട്ട് ഇത്തിരി പരപ്പുണ്ടെന്നുള്ളൂ. ചുണങ്ങൊക്കെ ജാസ്തിയുള്ള മീനാണ്. ഇത് പൊരിച്ചാലാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് മുറിച്ചെടുക്കാം. ഇതിൻ്റെ രണ്ട് വശത്തുള്ള ചിറക് അങ്ങ് പോക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചുണങ്ങൊക്കെ അങ്ങോട്ട് വേഗം പോയി കിട്ടും. രണ്ട് ഭാഗത്തുള്ള ചിറക് പോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ചുണങ്ങ് തണ്ടോ വേഗം പോയി കിട്ടും. ഇത് വെള്ളത്തിലല്ലെങ്കിൽ ഇതിനൊരു പിടുത്തമുണ്ട്. ഒരു 10 മിനിറ്റെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ല എളുപ്പത്തിന് ഇങ്ങോട്ട് ഇത് പറഞ്ഞു പോരും കേട്ടോ. അപ്പോൾ രണ്ട് വശത്തുള്ള ചിറക് പോക്കിയതിന് ശേഷം രണ്ട് ഭാഗത്തുള്ള ചുണങ്ങും ഇങ്ങനെ നമുക്ക് പോക്കിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വാല് ഇങ്ങോട്ട് ചെത്തിക്കളയാം, മുറിച്ചെടുക്കാം. നന്നായിട്ട് ചുണങ്ങൊക്കെ പോക്കണം കേട്ടോ രണ്ട് ഭാഗത്തുള്ള. ഇതിൻ്റെ തല അങ്ങോട്ട് മുറിച്ച് ഒഴിവാക്കാം കേട്ടോ. ഇത്രയേ തലയിൽ പറഞ്ഞു പോയി. ഇതിൻ്റെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഇത് എരിവൊക്കെ ഇത് ഇങ്ങനെ തന്നെ ഇടാം. നമുക്ക് എരിവൊക്കെ പിടിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ്, ഇത്തിരി കൂടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് നടു മുറിച്ച് കൊടുക്കാം. ഇനി നമുക്കെല്ലാം മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ മീൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ട ഇത് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, കുടംപുളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ നമുക്ക് ചേർക്കാം കേട്ടോ. കറി കലക്കി വെക്കാം. ഞാൻ ഇത്തിരി അധികം വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ വിറകടുപ്പിലാണ് വെക്കാറുള്ളത്. അപ്പോൾ നമ്മളിത് കറി കലക്കി കഴിഞ്ഞ് ഇത് നമുക്ക് ഇത് അടുപ്പത്ത് വെക്കാം. വെച്ച് കഴിഞ്ഞിട്ട് ഈ പുളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഒന്ന് വെന്തിട്ട് ചാറൊക്കെ ഒന്ന് കുറുകട്ടെ. അതുവരെ നമുക്ക് വേവിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. തിളയ്ക്കുമ്പോഴേക്കും അപ്പോൾ അതേ തേങ്ങയിലേക്ക് നമ്മൾ ഒരു 3-4 കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചെടുക്കാൻ പോവുകയാണേ. അപ്പോൾ അതേ കറിയൊക്കെ നല്ല തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ കലക്കി പാരട്ടോ. ഇതൊന്ന് നന്നായി തിളക്കട്ടെ. അപ്പോൾ അതേ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. നമുക്ക് തേങ്ങ കലക്കി പാരട്ടോ. തേങ്ങ കലക്കി പാർന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ചെറിയുള്ളിയിലൊന്ന് വറവിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രയൊക്കെയുള്ള വീഡിയോ. താങ്ക് യു.